മാതങ്കി ഇത് നമ്മുടെ അവസാന കണ്ടുമുട്ടലാണ് എന്ന് പറഞ്ഞു പോയ ആ സന്ധ്യ വിഷ്ണുവിന്റെ ജീവിതം മുഴുവൻ ശൂന്യമായി. കോളേജിന്റെ പാതയോരത്തവൻ കുറച്ചു നേരം നിന്നു. ഇളങ്കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അവന്റെ മനസ്സിലൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മാതങ്കിക്ക് എന്നെ വിട്ടുപോകാൻ കഴിയുമോ? അന്ന് വളരെ വൈകിയാണ് വിഷ്ണു വീട്ടിലെത്തിയത്. അവൻ നേരെ അച്ഛന്റെ അരികിലേക്ക് ചെന്നു. അവന്റെ കണ്ണുകളിൽ കോപമായിരുന്നു. അച്ഛൻ ഇന്ന് മാതങ്കിയുടെ വീട്ടിൽ പോയോ? ഞാൻ പോയി. നിനക്ക് എന്താണ് പ്രശ്നം? ഞാൻ നിന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇത് രക്ഷപ്പെടുത്തലല്ല, ക്രൂരതയാണ്. ഇപ്പോൾ അവൾ എന്നെ വിട്ടുപോയി. അതിന് കാരണക്കാരൻ അച്ഛനാണ്. വിഷ്ണു, നീ മര്യാദയ്ക്ക് ശബ്ദം താഴ്ത്തി സംസാരിച്ചു. പക്ഷെ അവൻ അത് കേട്ടില്ല. ഞാൻ എന്തായാലും അവളെ വിവാഹം കഴിച്ചിരിക്കും. അത് നടക്കാൻ പോകുന്നില്ല വിഷ്ണു. നടക്കുമോ ഇല്ലയോ എന്ന് കാണിച്ചു തരാം. പിന്നെ ഒന്നും പറയാതെ അവൻ തിരികെ നടന്നു. അടുത്ത ദിവസം കോളേജിൽ ചെന്ന സമയം അവൻ മാതങ്കി എല്ലായിടത്തും അന്വേഷിച്ചു. പക്ഷെ അവളെ എങ്ങും കണ്ടില്ല. ക്ലാസ് റൂമിൽ, കാന്റീനിൽ, ലൈബ്രറിയിൽ അവളെ എങ്ങും അവൻ കണ്ടില്ല. അവൻ ദിവ്യയോട് അന്വേഷിച്ചു അവൾ എവിടെയാണെന്ന്. അവൾ ഇന്നലെ തന്നെ ഈ കോളേജിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു. വിഷ്ണു ഞെട്ടിപ്പോയി. അവൾ എവിടേക്കാണ് പോയത്? എനിക്കറിയില്ല. അന്ന് വൈകുന്നേരം വിഷ്ണു മാതങ്കി അന്വേഷിച്ച് അവളുടെ വീട്ടിൽ ചെന്നു. വീട് പൂട്ടിക്കിടക്കുന്ന കണ്ട് അടുത്ത വീട്ടിൽ ചെന്ന് അവരെവിടെയാണെന്ന് അന്വേഷിച്ചു. അവർ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് പോയതാണ്. എവിടെ പോവുകയാണെന്ന് ഞങ്ങളോട് പറഞ്ഞില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ അവൻ ആകെപ്പാടെ തകർന്നുപോയി. ആ വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ മനസ്സിലേക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. അവളുടെ ചിരി, അവളുടെ സംസാരം, അവളുടെ പ്രണയം എല്ലാം അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. സങ്കടം കൊണ്ട് അവന്റെ കണ്ണ് നിറഞ്ഞു. മാധു, നീ എവിടെയായാലും നിന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്നെ വിട്ടു പോകാൻ നിനക്ക് കഴിയില്ല. നീ ഈ ലോകത്തിലെ ഏത് ഭാഗത്തായാലും നീ വിഷ്ണുവിനുള്ളതാണ്. മാതങ്കി പോയ ദിവസത്തിന് ശേഷം വിഷ്ണുവിന്റെ സ്വഭാവം പൂർണ്ണമായും മാറി. ആരോടും അധികം സംസാരിക്കില്ല. എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കാൻ തുടങ്ങി. അവന്റെ മനസ്സ് മുഴുവൻ അവളുടെ മുഖം മാത്രമായിരുന്നു. എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. കോളേജിലെ പാതകൾ ഇപ്പോൾ അവന് ശൂന്യമായി തോന്നി. അവർ ഒരുമിച്ച് നടന്നിരുന്ന സ്ഥലങ്ങൾ, എല്ലാത്തിനോടും അവന് വെറുപ്പ് തോന്നി. എല്ലാം ഇപ്പോൾ ഓർമ്മകൾ മാത്രം. ഒരു ദിവസം വിഷ്ണു തന്റെ സുഹൃത്തായ നിതിന്റെ വീട്ടിലേക്ക് പോയി. നിതിൻ ചോദിച്ചു, നീ ഇപ്പോഴും അവളെ തിരയുകയാണോ? അതേടാ, എപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്ക്. ചില പ്രണയങ്ങൾ കുറച്ചു സമയം കൊണ്ട് അവസാനിക്കില്ല, അത് കൂടുതൽ ശക്തമാകത്തേ ഉള്ളൂ. നിതിൻ അവനോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. സാരമില്ലടാ, അവൾ തിരികെ വരും. നിന്നെ വിട്ടുപോകാൻ അവൾക്ക് കഴിയില്ല. വർഷങ്ങൾ കടന്നുപോയി. വിഷ്ണു ഇപ്പോൾ അവന്റെ അച്ഛന്റെ ബിസിനസ് കൈകാര്യം ചെയ്യുന്നു. വലിയ ഓഫീസുകൾ, മീറ്റിങ്ങുകൾ, യാത്രകൾ, അങ്ങനെ പോകുന്നു. പക്ഷെ ഇപ്പോഴും അവന്റെ ഹൃദയത്തെ അവൾ മാത്രം, അവന്റെ മാധു. പല പല സ്ഥലങ്ങളിൽ അവളെ അന്വേഷിച്ചു. കോളേജിലെ അധ്യാപകർ, കോളേജിലെ പഴയ സുഹൃത്തുക്കൾ, അങ്ങനെ പലരോടും. പക്ഷെ അവളെപ്പറ്റി യാതൊരു വിവരവും കിട്ടിയില്ല. അങ്ങനെയിരിക്കെ കൊച്ചിയിലെ ഒരു സ്കൂളിന് വിഷ്ണുവിന്റെ കമ്പനി ഒരു ലൈബ്രറി നിർമ്മിച്ചു കൊടുക്കാമെന്ന് സമ്മതിച്ചിരുന്നു. അതിന്റെ ആവശ്യത്തിനായി വിഷ്ണു സ്കൂളിലേക്ക് ചെല്ലുന്നു. സ്കൂളിന്റെ കോറിഡോറിലൂടെ നടന്നപ്പോൾ അവനൊരു ശബ്ദം കേട്ടു. താൻ എപ്പോഴും കേൾക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ശബ്ദം. കുട്ടികളെ, ഈ കവിത ആരാണ് എഴുതിയത്? ഒരു നിമിഷം അവൻ അവിടെ നിന്നു. ശബ്ദം കേട്ട ക്ലാസ് റൂമിലേക്ക് പാളിയൊന്ന് നോക്കി. ഇളം നീല നിർത്തി സാരി ഉടുത്തൊരു യുവതി കുട്ടികളെ പഠിപ്പിക്കുന്നു. ഒരു നിമിഷം അവൻ സ്തംഭിച്ചു പോയി. താൻ ഇത്രയും നാളും തേടി നടന്ന തൻ്റെ സ്വന്തം മാതങ്കി, എൻ്റെ പ്രിയപ്പെട്ടവൾ. അവൻ്റെ ഹൃദയം ശക്തമായി ഇടിച്ചു. അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ കുട്ടികളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. അവൾക്ക് അറിയില്ലായിരുന്നു വാതിലിന് പുറത്ത് വിഷ്ണു തന്നെ നോക്കി നിൽപ്പുണ്ടെന്ന്. ക്ലാസ് കഴിഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. വിഷ്ണുവിനെ കണ്ട നിമിഷം അവളുടെ കാലുകൾ നിശ്ചലമായി. വിഷ്ണു, നീ എന്താ ഇവിടെ? കുറച്ചു നിമിഷം അവൻ മിണ്ടാതെ നിന്നു. വർഷങ്ങളുടെ വേർപാട്. മാധു, ഞാൻ നിന്നെ എവിടെയൊക്കെ തിരഞ്ഞെന്നറിയാവോ? അവന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാ വിഷ്ണു, നമ്മൾ തമ്മിൽ പിരിഞ്ഞതല്ലേ? നീയല്ലേ പിരിഞ്ഞു പോയത്? ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. വൈകിപ്പോയി വിഷ്ണു. ഇപ്പോൾ നമുക്കിടയിലെ ജീവിതങ്ങൾ മാറി മറിഞ്ഞു. വിഷ്ണുവിന്റെ മനസ്സിൽ ചെറിയൊരു പേടി തോന്നി. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ മറ്റൊരാളുണ്ട്. ആ വാക്കുകൾ കേട്ടപ്പോൾ വിഷ്ണുവിന്റെ മനസ്സ് തകർന്നുപോയി. സ്കൂളിന്റെ കോറിഡോറിൽ കുറച്ചുനേരം അവൾ മിണ്ടാതെ നിന്നു. പുറത്ത് മഴ തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. വിഷ്ണു ചോദിച്ചു, നീ പറഞ്ഞത് സത്യമാണോ? അവൾ പതുക്കെ മുഖം താഴ്ത്തി. അതെ. വിഷ്ണു വിറയാർന്ന ശബ്ദത്തിൽ ചോദിച്ചു, അപ്പോൾ നീ എന്നെ മറന്നോ? ഇത്രയും വർഷത്തിനിടെ നമ്മുടെ ജീവിതത്തിനിടെ ഒരുപാട് മാറ്റം വന്നു. വിഷ്ണു വേദനയോടെ പറഞ്ഞു, എൻ്റെ ജീവിതം മാത്രം മാറിയില്ല, എൻ്റെ മനസ്സിൽ ഇപ്പോഴും നീ മാത്രമാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പോഴാണ് ഒരു ചെറിയ കുട്ടി അവിടെ നിന്ന് ഓടി വന്നത്. ടീച്ചർ, ടീച്ചർ! അവൻ ഓടി വന്ന് അവളുടെ കൈ പിടിച്ചു. എനിക്കൊരു ഡൗട്ടുണ്ട്.
വരൂ, ഞാൻ പറഞ്ഞുതരാം. ഇതാരാണ് ടീച്ചർ? എൻ്റെ ഒരു സുഹൃത്ത്. ആ വാക്കുകൾ കേട്ടപ്പോൾ വിഷ്ണുവിൻ്റെ ഹൃദയം വേദനിച്ചു. സുഹൃത്ത്? വിഷ്ണു, കൂടുതൽ സമയം നീ ഇവിടെ നിന്നാൽ എനിക്ക് ബുദ്ധിമുട്ടാകും. വിഷ്ണു ശാന്തമായി ചോദിച്ചു. നിന്റെ ജീവിതത്തിലുള്ള ആ മനുഷ്യൻ ആരാണ്? നീ വിവാഹം കഴിച്ചോ? ഇല്ല. അയാൾ എൻ്റെ ജീവിതത്തിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത ആളാണ്, അവൾ പതുക്കെ പറഞ്ഞു. എൻ്റെ ജീവിതം ഇപ്പോൾ മറ്റൊരു വഴിയിലാണ്. വിഷ്ണു അവളെ ശ്രദ്ധിച്ചു നോക്കി. അവളുടെ കണ്ണുകളിൽ എന്തോ മറച്ചു വെച്ച വേദന. നീ എന്താണ് എന്നിൽ നിന്ന് മറയ്ക്കുന്നത്? ഞാനൊന്നും മറയ്ക്കുന്നില്ല. നിനക്കിപ്പോഴും എന്നോട് സ്നേഹമുണ്ടോ? അവൾ ഒന്നും പറയാതെ മുഖം തിരിച്ചു. വിഷ്ണു, ഇനി എന്നെ തേടി വരരുത്. അവൾ അവൻ്റെ മറുപടി കേൾക്കുമ്പോൾ നിൽക്കാതെ തിരികെ നടന്നുപോയി. വിഷ്ണു അവിടെ തന്നെ നിന്നു. അവൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. മാധു എന്നെ മറന്നു. അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും എന്നോടുള്ള സ്നേഹമില്ലേ? അവൻ്റെ മനസ്സിൽ കുറച്ച് സംശയങ്ങൾ തോന്നുന്നു. അവൾക്ക് എന്നെ ഇഷ്ടമാണ്, പക്ഷെ എന്തിനാണ് അവൾ എന്നെ തള്ളിക്കളയുന്നത്? അന്ന് വൈകുന്നേരം വിഷ്ണു വീണ്ടും സ്കൂളിന് സമീപത്തേക്ക് വന്നു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. നിങ്ങൾ ഇത്രയും നേരമായിട്ടും പോയില്ലേ? എനിക്കൊരു കാര്യം അറിയാനുണ്ട്. നീ എന്തിനാണ് എന്നോട് കള്ളം പറയുന്നത്? എന്ത് കള്ളം? നിന്റെ ജീവിതത്തിൽ മറ്റൊരാളുണ്ടെന്ന്. നിന്റെ കണ്ണുകളിൽ നോക്കിയാൽ അറിയാം നീ പറയുന്നത് കള്ളമാണെന്ന്. അത് തന്നെയുമല്ല, നിന്റെ കണ്ണുകളിൽ എന്നോടുള്ള സ്നേഹം ഇപ്പോഴും ഉണ്ട്. അവൾക്കത് കേട്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. അതെ, എനിക്ക് നിന്നോട് സ്നേഹമാണ്, പൊട്ടിത്തെറിച്ച പോലെ അവൾ പറഞ്ഞു. നീ പിന്നെ എന്തിനാണ് എന്നെ വിട്ടുപോയത്? അത് നിന്റെ ജീവിതത്തിൽ പ്രശ്നമാകാതിരിക്കാൻ വേണ്ടിയാണ്. നിന്റെ അച്ഛൻ എന്നെ വന്ന് കണ്ടിരുന്നു. നീയുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കിയില്ലെങ്കിൽ നിന്റെ ഫ്യൂച്ചർ നശിപ്പിക്കുമെന്ന് പറഞ്ഞു. പിന്മാറാത്ത പക്ഷം രണ്ടുപേരെ ഇല്ലാതാക്കുമെന്നും പറഞ്ഞു. വിഷ്ണു കോപം കൊണ്ട് ജ്വലിച്ചു. അതുകൊണ്ടാണ് ഞാൻ പോയത്. നീ സന്തോഷമായിട്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് മറ്റൊരാളുണ്ടെന്ന് ഞാൻ കള്ളം പറഞ്ഞത്. വിഷ്ണു ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. നിനക്കൊരു മാറ്റവും ഇല്ല. ഇന്നും നീ പഴയ ആൾ തന്നെ. എൻ്റെ സന്തോഷത്തിന് വേണ്ടി നീ നിന്റെ സന്തോഷം ത്യജിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ എന്നെ മറക്കണം. ഒരിക്കലുമില്ല. ഒരിക്കൽ നമ്മൾ പിരിഞ്ഞു. ഇനി നിന്നെ വിട്ടുകൊടുക്കില്ല. പിറ്റേ ദിവസം വിഷ്ണു നേരെ വീട്ടിലേക്ക് ചെന്നു. അച്ഛാ, എനിക്ക് മാതങ്കി വിവാഹം കഴിക്കണം. ശങ്കരനാരായണൻ ചാടി എഴുന്നിട്ടു. നീ വീണ്ടും തുടങ്ങിയ ആ ബന്ധം? അതെ, അവളെ ഞാൻ വിട്ടുകളയില്ല. നിന്റെ പണം കണ്ടാണ് അവൾ പുറകെ കൂടിയിരിക്കുന്നത്. അവൾ എന്നെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നെ വിട്ടുപോയത് പോലും. ഞാൻ അവളെ സ്നേഹിക്കുന്നു, അവൾ എന്നെയും സ്നേഹിക്കുന്നു. ഇനിയും ഞങ്ങളെ വേർപിരിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ ഈ വീട്ടിൽ താമസിക്കില്ല. നിനക്ക് അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ലേ? അച്ഛൻ ചോദിച്ചു. ഇല്ല. ശങ്കരനാരായണൻ കണ്ണുകൾ അടച്ച് കുറച്ചു നേരം നിശബ്ദമായിരുന്നു. പിന്നീട് പതുക്കെ പറഞ്ഞു. ഇത്രയും വർഷമായിട്ട് ഒരു പെൺകുട്ടി സ്വന്തം സ്നേഹം ത്യജിക്കാൻ തയ്യാറാണെങ്കിൽ അവൾ മോശക്കാരിയാവില്ല, നല്ലവളാണ്. അവളുമായിട്ടുള്ള ബന്ധത്തിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു, അച്ഛൻ പറഞ്ഞു. ഒരു വൈകുന്നേരം മാതങ്കി വീടിന് മുറ്റത്ത് ബെഞ്ചിലിരിക്കുകയായിരുന്നു. കാറ്റ് മൃദുവായി വീശിക്കൊണ്ടിരുന്നു. സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുന്നു. അവിടെ ഇരിക്കുമ്പോഴും അവളുടെ മനസ്സ് മുഴുവൻ കലുഷിതമായിരുന്നു. കയ്യിലൊരു പുസ്തകം, പക്ഷെ വായന ഒന്നും നടക്കുന്നില്ല. അവളുടെ മനസ്സ് മുഴുവൻ വിഷ്ണുവിൽ. അവൻ ഇനി വരില്ലേ? ഒരിക്കൽ കൂടി അവനെ കാണാൻ സാധിക്കുമോ? അവൾ കണ്ണുകൾ അടച്ചു. കണ്ണീർ തുള്ളികൾ വേദനയോടെ മണ്ണിൽ പതിച്ചു. മാധു! ശബ്ദം കേട്ട നിമിഷം അവളുടെ നെഞ്ചെടുപ്പ് കൂടി. അവൾ പതുക്കെ തലയുയർത്തി. അവിടെ വിഷ്ണു നിൽപ്പുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ മനസ്സ് പുറത്തു കാണിക്കാതെ അവൾ ചോദിച്ചു, വിഷ്ണു, നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? എന്നെ മറക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? നിന്നെ മറക്കാൻ എനിക്ക് കഴിയില്ല. അവൾ കണ്ണുകൾ താഴ്ത്തി. ഇനി ഇത് ആവർത്തിക്കരുത് വിഷ്ണു. നിന്റെ ജീവിതം. വിഷ്ണു ഇടയ്ക്ക് കയറി പറഞ്ഞു. എൻ്റെ ജീവിതം നീ തന്നെയാണ്. അവൾക്കൊന്നും പറയാനായില്ല. വിഷ്ണു കുറച്ചു നിമിഷം അവളെ നോക്കി നിന്നു. ഞാൻ തനിച്ചല്ല വന്നിരിക്കുന്നത്, എൻ്റെ കൂടെ ഒരാളുണ്ട്. അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ അവിടേക്ക് വന്നു. സാർ! അവൾ ചാടി എഴുന്നേറ്റു. അവളുടെ കൈകൾ വിറച്ചു. പഴയ അപമാനത്തിൻ്റെ വേദന അവളെ വിട്ടുപോയിട്ടില്ലായിരുന്നു. ശങ്കരനാരായണൻ പതുക്കെ അവളുടെ അരികിലേക്ക് വന്നു. ഇത്തവണ അയാളുടെ മുഖത്ത് കോപമില്ലായിരുന്നു, ശാന്തത മാത്രം. പിന്നീട് മൃദുവായി പറഞ്ഞു, മോളെ, നിന്നോട് ക്ഷമ ചോദിക്കാനാണ് ഞാൻ വന്നത്. സാർ, ഞാൻ നിന്നെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയത്. നീ എൻ്റെ മകൻ്റെ പണം കണ്ടിട്ടാണ് കൂടെ കൂടിയെന്നാണ് ഞാൻ കരുതിയത്. നീ അവനെ വിട്ടുപോയത് അവൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. മാതങ്കിയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. മോളെ, നീ നിന്റെ പ്രണയം മുഴുവൻ ത്യജിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരുപാട് നല്ലവളാണ്. നീ വലിയ ഹൃദയമുള്ളവളാണ്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടി എൻ്റെ മരുമകളായി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ മാതങ്കി കരഞ്ഞുപോയി. സാർ! അവൾ കൈകൾ കൂപ്പി കരഞ്ഞു. വിഷ്ണുവിൻ്റെ അച്ഛൻ അവളുടെ കൈകളിൽ പിടിച്ചു. എന്നെ ഇനി സാർ എന്ന് വിളിക്കേണ്ട, അച്ഛ എന്ന് വിളിച്ചാൽ മതി.
വിഷ്ണു ആ രംഗം നോക്കി നിൽക്കുകയായിരുന്നു. അവന്റെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. അവൻ പതുക്കെ മുന്നോട്ട് വന്നു. മാധു. അവൾ കണ്ണീരോടെ അവനെ നോക്കി. നമ്മൾ ആദ്യമായി കണ്ട ദിവസം മുതൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നീ. നമ്മൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചു. വേർപിരിഞ്ഞിട്ട് നമ്മൾ പരസ്പരം മറന്നിരുന്നില്ല. അവൻ്റെ ശബ്ദം വിറച്ചു. ഇനി നമ്മൾ പിരിയില്ല. ജീവിതകാലം മുഴുവൻ നീ എൻ്റെ കൂടെ ഉണ്ടാകുമോ? അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. എത്ര ദൂരം പോയാലും ഞാൻ നിന്നിലേക്കാണ് തിരിച്ചു വന്നത്. കണ്ണീരിനും കാത്തിരിപ്പിനും ഒടുവിൽ അവൻ അവളുടെ കൈ പിടിച്ചു. ജീവിതം മുഴുവൻ ഒരുമിച്ച്. അപ്പോഴും ഇളങ്കാറ്റ് വീശിക്കൊണ്ടിരുന്നു.